പാട്ട ഗേൾസ് ഇന്നലെ റീജോയിൻ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വേണമായിരുന്നു എന്ന് തോന്നിയവർ കമന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വേണ്ടാന്നും അതിൻ്റെ ഒപ്പം തന്നെ അനുമോൾ ബിവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഇത് ചെയ്തത് ശരിക്കും വൃത്തികേടാണ്. അതില ചെയ്തത് ഭയങ്കര ഒരു ക്യാരക്ടർലെസ് ക്യാരക്ടറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ മാനിപ്പുലേറ്റ് ചെയ്തു സംഭവം. അതിൽ അക്ബറിനെ നമുക്കൊന്നും ഒരു തരത്തിൽ പറയാൻ പറ്റില്ല. ബിക്കോസ് ഇവർ അകത്തുള്ളതാണ്, കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ അകത്തുള്ളവരാണ്. അപ്പോൾ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകളുടെ കുത്തിത്തിരിപ്പും അവരുടെ ഒരു ക്യാരക്ടർ ബിഹേവിയറും ആര്യന്റെ വർത്താനം എല്ലാം കൂടി ആയിട്ട് അക്ബർ ഓൾറെഡി മാനിപ്പുലേറ്റ് ആയി. അപ്പം ഇതില് ഈ പേപ്പർ മറ്റേ എഴുതി കൊടുത്ത സംഭവമാണല്ലോ. അതായത് എഴുതി കൊടുത്തതിന്റെ സത്യാവസ്ഥ ആദില പറഞ്ഞത് തന്നെ നൂറയ്ക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ കൊടുത്തു എന്നുള്ളതാണ്. അതിൽ അനു പറയുന്നു ഈ PR എന്ന് പറഞ്ഞ ആളുടെ നമ്പർ അറിയത്തു പോലും ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല, നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുള്ളൂ എന്ന്. അപ്പൊ ഈ കൊച്ചിന് അവിടെ ആരും വിശ്വസിക്കുന്നില്ല. എസ്പെഷ്യലി അക്ബർ ഒരു പട്ടിയെ പോലെ അവരിങ്ങനെ പുറകെ നടന്നിട്ട് പോലും അക്ബറിന് ഇരുന്നിട്ട് എന്താണ് വിഷയം എന്ന് ചോദിക്കാനുള്ള ഒരു ബോധവും ബുദ്ധിയും വെളിവില്ലേ. ഒരു ഇഷ്യൂ നടന്നു, രണ്ടുപേര് പറയണ കേട്ടിട്ടാണ് നമ്മൾ അതിന് ഡിസൈഡ് ചെയ്യുക. നിന്റെ ഫ്രണ്ട്സ് പറഞ്ഞാന്നുണ്ടെങ്കിൽ നിന്റെ ഫ്രണ്ട്സ് എന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് അക്ബറിന് നന്നായിട്ട് അറിയാം അല്ലേ. അപ്പം ഇതിപ്പോ വന്നിരിക്കുന്നത് അക്ബറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനം പുറത്തോട്ട് വിടുന്ന രീതിയിൽ അതിൽ അവിടെ ഒരു സാധനം നൈസായിട്ട് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് പോയി. അത് നല്ല രീതിയിൽ അനുവിന് കൊണ്ടിട്ടുണ്ട്. അനു നല്ല ആർക്കും കൊള്ളുന്ന ഒരു കാര്യം തന്നെയാണ്. എനിക്ക് ആ ഒരു കരച്ചിലും സംഭവം കാര്യങ്ങളുണ്ടപ്പോൾ ദൈവമേ, പുറത്തിറങ്ങിയിട്ട് ഈ സൈബർ ബുള്ളിങ്ങിൽ ഈ കൊച്ച് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളൂടെ പുറത്ത് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഈവൻ അമ്മ തന്നെ ഇവിടെ പറഞ്ഞു, ഈശ്വര ഇത് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇനി വല്ല ഡിപ്രഷൻ വല്ലതും വരും, അതേപോലെയാണ് പുറത്ത് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒന്നാമത് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അതിനകത്ത് അക്ബർ പറയുന്നുണ്ട് PR ആണെങ്കിൽ ആരാണെങ്കിലും അങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും, ലീഗലി പോകണമെങ്കിൽ ലീഗലി പോകും, ചതിക്കാൻ നോക്കിയതാണ് എൻ്റെ അടുത്തൊന്നും സംസാരിക്കേണ്ടെന്ന്. ആ കുട്ടി അത് ചെയ്തിട്ടില്ല. അത് നൂറയ്ക്ക് അവിടെ അറിയാം. നൂറയുടെ ഒരു സൈലന്റ് ക്ലിപ്പാണ്, സൈലന്റ് ഒരു സംഭവമാണ് അവിടെ കാണിച്ചത്. ഒരു ഗെയിം എന്നുള്ളതിന് ഉപരി ഒരാളെ അടിച്ചിടാനായിട്ട്, അതായത് തോൽക്കും എന്നുള്ളതിനേക്കാളും അനുവിന് കപ്പ് കിട്ടും എന്നുള്ള ഒരു ഷുവർട്ടിയോട് കൂടിയിട്ട് അതിലെ തുപ്പിയ വലിയൊരു വിഷമാണ് അത്. ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അങ്ങോട്ട് വിട്ടേക്കുക, അതല്ലാതെ വെറുതെ അയാളുടെ പുറകെ നടന്ന് ലൈഫ് മാനിപ്പുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു നിസ്സഹായാവസ്ഥ അനുവിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അതൊരു കാര്യം പറഞ്ഞു, നമ്മൾ അനാവശ്യമായിട്ട് ഒരാളെ വിഷമിപ്പിക്കുന്ന ആരാണോ അയാളെ വിഷമിപ്പിക്കാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോൾ 2 ദിവസം കൂടിയുള്ള അനുമോൾക്ക് അത് അവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടട്ടെ, പുറത്തിറങ്ങിയിട്ട് മനസ്സിലാക്കിയിട്ട് ഈ വിഷം തുപ്പുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ ആരാണെങ്കിലും അവരെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കട്ടെ. പക്ഷെ ഇത് ഈ ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി. അതിന്റെ അക്ബറിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അക്ബറിന് അനുവിനെ ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കുന്നില്ല. സംസാരിക്കേണ്ട ഇരിക്കുക, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുക, ഇങ്ങനെയാണ് സംസാരിച്ചതെന്ന് കേൾക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഡിസ്കസ് ചെയ്യാന്നല്ലാതെ അവിടെ എഗെയിൻ ഒരു കരച്ചില്, ബഹളം, സീൻസ്, കാര്യങ്ങൾ ആൻഡ് ഇത് ഈ ഒരു സംസാരം കാര്യങ്ങൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്നലെ ഒന്നും. അപ്പൊ ഈ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തതും കോംപ്രമൈസ് ചെയ്തതും ഒന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ ശത്രു ആയി കഴിയുമ്പോൾ എടുത്ത് പുറത്തോട്ട് പറയുന്നതല്ല. എല്ലാവരും നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ പറ്റില്ല. തോന്നുമ്പോൾ വരിക, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഇട്ടിട്ട് പോവുക, അത് കഴിഞ്ഞ് നമ്മൾ നന്നാകുമ്പോൾ തിരിച്ചു വരിക, അതല്ല ഫ്രണ്ട്സ്. നമ്മുടെ കൂടെ കൂടിയിട്ട് നമ്മൾ എങ്ങനെയാണോ അതേപോലെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരിക്കലും നമ്മളെ ലീവ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്, നമുക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. ഇട്ടുകൊടുക്കുന്നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അനു ഇവരായിട്ടൊരു കൂട്ടുകെട്ട് വയ്ക്കാതിരിക്കുന്നതാണെന്നുള്ളത്. ആൻഡ് യുനോ ഭയങ്കര മോശമായി പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സീസണിലും ഇങ്ങനത്തെ ഒരു ഹെവി ബാക്ക് സ്റ്റാബിങ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ആൻഡ് അതില കട്ടപ്പാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, സോറി. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ഇതിനെ കട്ടപ്പയ്ക്ക് വരെ സിറ്റുവേഷൻസ് കൊണ്ടാന്ന് പറയാം. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും. കാരണം കപ്പ് കിട്ടാത്തതിന്റെ പിന്നെ ഇഷ്ടപ്പെടാത്ത ഒരാൾ കപ്പ് വാങ്ങിക്കാൻ പോകുമ്പോഴൊക്കെയുള്ള ഒരു ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ടാണ്. മലയാളത്തിൽ അസൂയ കുശുമ്പ് കുനിട്ടെന്നൊക്കെ പറയും. പക്ഷെ ഇത്രയും വലിയൊരു കുത്തിയിട്ട് പോകണ്ട എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്കറിയാം ഒരുപാട് വീട്ടമ്മമാര് ലൈക്ക് റിയാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആണ്, ഐ എം സോ സോറി ഫോർ ദാറ്റ്. അത് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആളിതെല്ലാം സ്ട്രഗിൾ ചെയ്ത് വന്ന് ഫേസ് ചെയ്ത് വന്ന്
ഫൈനലിലോട്ട് വന്ന് കപ്പ് എടുക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആൻഡ് ചെയ്യുന്നവർ ചെയ്യട്ടെ. കർമ്മ ഈസ് എവറിത്തിങ് അല്ലെ, കർമ്മ ഈസ് എ ബൂമറാങ്. പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു നാൾ അതിലേക്ക് ഈ കാര്യം മനസ്സിലാകട്ടെ, ഈ ചെയ്തത് ശുദ്ധ ചെറ്റതരമാണെന്നുള്ളത് മനസ്സിലാക്കട്ടെ. ആൻഡ് അക്ബറിനാണെങ്കിലും അക്ബർ കേൾക്കാൻ നിന്നില്ല എന്നുള്ളൊരു സംഭവം, നിങ്ങളുടെ ഫ്രണ്ട്സാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, എന്ത് ഫ്രണ്ട്സ് ആണെങ്കിലും രണ്ട് അറ്റവും കേൾക്കാതെ ഒരു ഡിസിഷൻ എടുക്കരുത്. ഒരാൾ ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞു പറയുമ്പോൾ അത് നാടകം എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതും ഇത്രയും ദിവസം ഒരുമിച്ച് നിന്നിട്ട് അനുമോൾ എന്താന്ന് മനസ്സിലായിട്ടില്ല. അനുമോളോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെയാണ് അക്ബർ ഈ തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ കേൾക്കാൻ ശ്രമിക്കാത്തത് അനുമോളോടുള്ള ഒരു ദേഷ്യം തന്നെയാണ്. ഇത്രയും വലിയൊരു ചതി ഒരു ഫ്രണ്ടും ചെയ്യില്ല. അപ്പൊ എന്താണ് അത്? ഫ്രണ്ട് അല്ല, ഫേക്ക് ആണ്.